നമസ്കാരം. ഇന്ന് ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. LDF 3.0 സംഭവിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്തായാലും ഈ ബഡ്ജറ്റോട് കൂടി തന്നെ ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോ പുറത്ത് നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് പലരുടെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ല. പ്രതിപക്ഷ നേതാവും സംഘവും ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചിരുന്നെങ്കിലും അവർ ഓടിയില്ല. കാരണം വാർത്തയായാലോ എന്ന് വിചാരിച്ച് മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് നിയമസഭയിൽ എത്താതെ പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇഡിയും സംഘവും ബഡ്ജറ്റ് അവതരണം കണ്ട്, അതായത് ഒരു ജനകീയ ബഡ്ജറ്റ് കണ്ട് ഇറങ്ങി ഓടിയാൽ പണി പാടുമല്ലോ എന്ന് ഓർത്ത് വിമ്മിഷ്ടപ്പെട്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് സഭയിൽ കാണാൻ സാധിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് മന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇത് സ്വപ്ന ബഡ്ജറ്റ് അല്ല, യാഥാർത്ഥ്യ ബഡ്ജറ്റാണെന്ന് മന്ത്രി ഇന്ന് പറഞ്ഞത് ഏറെ 100% അതിനോട് കൂറു പുലർത്തുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അവതരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. കുട്ടികളെയും വയോജനങ്ങളെയും ആശമാരെയും വിദ്യാർത്ഥികളെയും എല്ലാം ഒരുപോലെ പരിഗണിക്കുന്നതായിരുന്നു ധനമന്ത്രി അവതരിപ്പിച്ച തുടർച്ചയായ 6ാമത്തെ ബഡ്ജറ്റിൽ, അതായത് ഈ ഫൈനൽ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി വയോജന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി ഈ ഒരു ബഡ്ജറ്റ് അവതരണത്തോടു കൂടി തന്നെ കേരളം മാറി എന്നുള്ളതാണ്. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വയോജന ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇതിലൂടെ കേരളം പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. പക്ഷെ മാധ്യമങ്ങൾ ആരും ചരിത്രം കുറിച്ച് കേരളം എന്നൊന്നും പറഞ്ഞ് ഒരു വാർത്തയും കൊടുക്കില്ല. അറിയാമല്ലോ, ഇടത് വിരുദ്ധത മുഖ്യം ബിഗില്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം വയോജനങ്ങൾക്കായി ഇത്തരം ഒരു പ്രത്യേക രേഖ ബഡ്ജറ്റിനൊപ്പം സമർപ്പിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ 18.7% 2026 മുതിർന്ന പൗരന്മാരായിരിക്കും എന്ന കണക്കുകൾ മുൻനിർത്തിയാണ് സർക്കാരിന്റെ ഈ നിർണായക നീക്കം എന്നുള്ളതാണ്. ക്ഷേമ പെൻഷന് 14,500 കോടി രൂപയാണ് സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ 10 വർഷ കാലയളവിൽ ആകെ അവർ ചെലവഴിച്ചത് 90,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി അവർ വിതരണം ചെയ്തത് എന്നുള്ള കാര്യം ഈ നിമിഷത്തിൽ പറയാതെ പോകാൻ കഴിയില്ല. 2ാം പിണറായി സർക്കാർ ഇതുവരെ 48,383.83 കോടി രൂപ പെൻഷൻ ഇനത്തിൽ തന്നെ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ഇത് 54,000 കോടി രൂപയായി ഉയരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് മുടക്കമില്ലാതെ പ്രതിമാസം 2,000 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നത് ഈ നിമിഷത്തിൽ പറയാതെ പോകാൻ കഴിയില്ല. സംസ്ഥാനത്തെ 30% ആളുകൾക്ക് ഏകദേശം 1 കോടി ജനങ്ങളുടെ കൈകളിലേക്കാണ് സർക്കാർ നേരിട്ട് സാമൂഹ്യ സുരക്ഷാ സഹായം എത്തിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം പ്രതിമാസ വരുമാനത്തിൽ 1000 രൂപയുടെ വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നില്ല, ആശമാരെ തിരിഞ്ഞു നോക്കാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സംഘപരിവാരങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് സൂസിമാർ നടത്തിയ സമരം ആരും മറന്നു കാണില്ല. ആ സൂസിമാരൊക്കെ ഇപ്പൊ എവിടെയാണോ എന്തോ അറിയാമല്ലോ. അതായത് ഓണറേറിയം ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ്. രാജ്യത്ത് മറ്റുള്ള സംസ്ഥാനത്തുള്ള ആശമാരൊക്കെ പറയുന്നത് കേരളത്തെ പോലെ ഞങ്ങളെയും ഒന്ന് പരിഗണിക്കൂ, ഞങ്ങൾക്കും കേരളത്തിൽ കൊടുക്കുന്ന പോലെ ഓണറേറിയം കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഇൻസെന്റീവ് കൊടുക്കാതെ കേന്ദ്രം പല രീതിയിലുള്ള അറിയാമല്ലോ ആശമാരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സൂസിമാർ കള്ള പ്രചാരണത്തിൽ ഞങ്ങൾ ആശമാരാണെന്ന് പറഞ്ഞ് സമരം നടത്തിയതെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, 1000 രൂപയുടെ വർധനവ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആശാ വർക്കർമാരോട് കേന്ദ്ര സർക്കാർ കണ്ണടയ്ക്കുമ്പോൾ കേരളം കാണിക്കുന്ന ഈ കരുതൽ കാണാതെ പോകരുത്. കേന്ദ്ര സർക്കാർ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറേറിയമാണ് കേന്ദ്രം നൽകുന്നതെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നു. ആനുകൂല്യങ്ങൾ പലതവണ കൂട്ടി നൽകുന്ന കേരള സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ കൂടി പ്രതികരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ ഇങ്ങനെ അസഹിഷ്ണുത കൊണ്ട് പണി പാടിയില്ല, ഇത് നമ്മൾ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത് എന്ന രീതിയിലുള്ള ഒരു ഇരിപ്പാണ് ഇരിക്കുന്നത് കണ്ടത്. ഈ സൂസിമാർക്കൊക്കെ വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തത് നമ്മുടെ സതീശനും സംഘമൊക്കെ ആയിരുന്നല്ലോ. ആശാ വർക്കർമാർക്ക് പുറമെ അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവാണെന്ന് പ്രഖ്യാപിച്ചത്. അംഗനവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. അതേസമയം സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനത്തിലും 1000 രൂപയുടെ വർധനവ് ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല സ്കൂൾ പാചക തൊഴിലാളികളുടെ ദിവസ വേതനത്തിൽ 25 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ഇതൊക്കെ ഈ ഒരു തൊഴിലാളി പാർട്ടി ഭരിക്കുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം എന്തായാലും നമ്മൾ 2 ടേമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വിദ്യാർത്ഥികൾക്കായി വലിയ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പദ്ധതികളാണ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സൗജന്യ ഡിഗ്രി വിദ്യാഭ്യാസം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടം ഒരുക്കി കൊടുക്കുക എന്ന ആശയം ഉദിക്കുക തന്നെ ഒരു വലിയ കാര്യമാണ്. അത് അവിടെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു സർക്കാർ. വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന വലിയ പദ്ധതികളാണ് ഇതിലൂടെ വഴിവെക്കുന്നത്. എല്ലാ മേഖലകളെയും ഒരുപോലെ പരിഗണിച്ചാണ് ഇത്തവണയും ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് പറയാതെ വയ്യ. അതായത് നിലവിലൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമതാകുന്നത് എന്നൊക്കെ ഈ ബഡ്ജറ്റിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിക്ക് 400 കോടി രൂപയും ആഗോള സ്കൂൾ സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപയും ഒക്കെ അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഷുറൻസിനായി 15 കോടി രൂപയും അനുവദിച്ച കാഴ്ചയും നമ്മൾ ഇന്ന് ബഡ്ജറ്റിൽ കണ്ടു. കേന്ദ്രം കേരളത്തെ ആവും വിധമെല്ലാം കഴുത്ത് ഞെരിച്ചിട്ടും ഫണ്ട് അനുവദിക്കാതെയും തടഞ്ഞു വെച്ചും അവഗണിച്ചിട്ടും കേരളം തനത് വരുമാനം കൊണ്ട് പിടിച്ചു നിന്നു എന്ന് കൂടി ഇന്ന് മന്ത്രി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവഗണന ഇല്ലാതിരുന്നുവെങ്കിൽ കേരളം എത്ര വളർന്നേനെ എന്ന് മന്ത്രി KN ബാലഗോപാൽ ബഡ്ജറ്റ് അവതരണത്തിനിടയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് സത്യത്തിൽ പ്രതിപക്ഷത്തിന് നേരെ നിന്നുകൊണ്ട് വേണം പറയാൻ. കാരണം കേന്ദ്രം നൽകാത്ത തുകയ്ക്കെതിരെ അവിടെ പാർലമെന്റിൽ ഒന്ന് സമരം ചെയ്യാനോ ശബ്ദമുയർത്താനോ പറയുമ്പോൾ നമ്മുടെ UDF-ന്റെയും BJP-യുടെയും MP-മാർ ഇങ്ങനെയാണല്ലോ, കമാന്നൊരക്ഷരം വേണ്ടില്ല. രാജ്യത്ത് വോട്ട് ചോരി മാത്രമല്ല നോട്ട് ചോരിയും നടക്കുന്നുണ്ടെന്ന് അങ്ങനെ ഒരു പ്രയോഗം എന്തായാലും ധനമന്ത്രി നടത്തുന്നത് കണ്ടു. വളരെ വളരെ കറക്റ്റാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന കേന്ദ്ര നിലപാടിൽ നിന്നുമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് കേരളം വളർന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കേരളത്തിനോടുള്ള കേന്ദ്ര അവഗണന ബഡ്ജറ്റിൽ വിശദമായി എന്തായാലും ധനമന്ത്രി പരാമർശിക്കുകയും ചെയ്തിരുന്നു. നല്ല കാര്യം തന്നെയാണ്. കേരളത്തിലെ കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടായതായി ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തളർച്ച കാലം കഴിഞ്ഞു എന്നും അദ്ദേഹം ബഡ്ജറ്റ് അവതരണത്തിനിടയിൽ കുറിക്കുകയുണ്ടായി. കാർഷിക മേഖലയ്ക്കായി മൊത്തം 2000 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കേര വികസനത്തിന് 100 കോടി അനുവദിച്ചു. നാളികേര വികസനത്തിന് 75 കോടി, കാർഷിക സർവകലാശാലയ്ക്ക് 72 കോടി രൂപ അനുവദിച്ചു. യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി ആരംഭിക്കാനും ഒക്കെ തീരുമാനമെടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഹൈടെക് പ്രിസിഷൻ ഫാമിംഗ് സംരംഭത്തിനായി 3% പലിശ ഇളവ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി 10 കോടി രൂപ അനുവദിച്ചു. ജൈവ കൃഷി പ്രോത്സാഹനത്തിനായി 5 കോടി അനുവദിച്ചു. നെൽകൃഷി വികസനത്തിനായി 150 കോടി രൂപയും അനുവദിച്ചു. ഇനി KCB-യുടെ കാര്യം എടുത്താൽ KCB-ക്ക് 1238 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ വൈദ്യുത മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരളം കഴിഞ്ഞ 10 വർഷത്തിൽ കടന്നുപോയത് വലിയ മാറ്റങ്ങളിലൂടെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജീവിത നിലവാരത്തിലും വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത്. എല്ലാ മേഖലയിലും കേരളം വളർന്നു. കേരളത്തിൽ ഇരുട്ടത്തിരിക്കേണ്ടാത്ത 10 വർഷമാണ് കഴിഞ്ഞു പോയത്. ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷത്തിലൂടെയാണ് ഇപ്പോഴും കേരളം കടന്നു പോകുന്നത്. വൈദ്യുതി മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. 39,302.84 മെഗാ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 15,51,609 പുതിയ വൈദ്യുതി കണക്ഷനുകളാണ് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. ഇതൊന്നും പറയാതെ പോകാൻ കഴിയില്ല. മാത്രമല്ല, ശബരിമല വിഷയം, നമ്മുടെ ശബരിമലയിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വ്യാജപ്രചരണം. ശബരിമലയുടെ വികസനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വലിയ പ്രാധാന്യം നൽകുന്നത് കൂടിയായി മാറി ഇന്നത്തെ ഫൈനൽ ബഡ്ജറ്റ്. തീർത്ഥാടകർക്ക് സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനുമായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയുടെ വിഹിതം 30 കോടി രൂപയായി ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പമ്പാ നദിയെ മാലിന്യ മുക്തമാക്കുന്നതിനായുള്ള ക്ലീൻ പമ്പ പദ്ധതിക്കായി 30 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഓട്ടോകളിലേക്കുള്ള മാറ്റത്തിന് 2 പദ്ധതികളാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഓട്ടോ സ്റ്റാൻഡുകൾ ആധുനികവൽക്കരിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദമായ ഇന്ധനങ്ങളിൽ ഓടുന്ന ഓട്ടോറിക്ഷകളിലേക്കുള്ള മാറ്റത്തിനാണ് ഇതിൽ പ്രഥമ പിന്തുണ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ അതികായകനായിട്ടുള്ള VS അച്യുതാനന്ദൻ കഴിഞ്ഞ വർഷമാണ് നമ്മളെ വിട്ടു പിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ വിയോഗം നികത്താനാകാത്ത വിടവ് തന്നെയാണെന്ന് പറയേണ്ട കാര്യമില്ല. അടിച്ചമർത്തപ്പെട്ടവർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി എന്നും നിലകൊണ്ട CPM-ന്റെ സമര നായകന്റെ ഓർമ്മയ്ക്കായി VS സെന്റർ പണി കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടി ഇന്ന് ബഡ്ജറ്റിലൂടെ കേൾക്കാനിടയായി. ഇതിനായി ബഡ്ജറ്റിൽ 20 കോടി രൂപ മാറ്റിവെച്ചു എന്നുകൂടി എന്തായാലും ധനമന്ത്രി പറഞ്ഞ കാഴ്ച കണ്ടു. എന്തായാലും മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ അടിപൊളി ബഡ്ജറ്റ് എന്ന് പറയാതെ വയ്യ. ഇതാണ് ജനകീയ ബഡ്ജറ്റ്. LDF 3.0 സംഭവിക്കുമെന്ന് ഈ ബഡ്ജറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം നമുക്കറിയാമല്ലോ, നടപ്പിലാക്കാൻ കഴിയുന്നത് മാത്രമേ ഈ സർക്കാർ പ്രഖ്യാപിക്കാറുള്ളൂ. അല്ലാത്തതൊന്നും ഈ സർക്കാർ പ്രഖ്യാപിക്കാറില്ല. അതുകൊണ്ട് ഇതൊക്കെ നടപ്പിലാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ UDF-ഉം സംഘവും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വർദ്ധിപ്പിച്ചില്ലേ? ഇനിയും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പോലും 400 രൂപ കൂടി വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കിയെങ്കിൽ ഇനിയും വർദ്ധിപ്പിക്കും. പക്ഷേ
UDF വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻഷൻ നിർത്തലാക്കും, ലൈഫ് പദ്ധതി നിർത്തലാക്കും. അങ്ങനെ ഇവിടെ എന്തൊക്കെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഇതെല്ലാം അവർ തീരുമാനമാക്കും. നമുക്ക് ലോഡ് ഷെഡിങ് വീണ്ടും അനുഭവിച്ചറിയാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുങ്ങും. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ അവർ പഴയതുപോലെ തന്നെ അടച്ചുപൂട്ടുന്ന പണി തുടങ്ങും. അതുകൊണ്ട് ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് ഗുണമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വ്യാജ പ്രചരണങ്ങളിൽ പോയി വീഴാതിരിക്കുക. വീണ ശേഷം ഒന്ന് കരകയറാൻ 5 വർഷം വേണ്ടി വരും. ആ 5 വർഷം കൊണ്ട് ഈ കേരളത്തെ എങ്ങനെ UDF ആക്കി മാറ്റുമെന്ന് ഇവർ ഭരിച്ച സമയങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.